ഡിസ്ട്രാക്ഷൻ ഇന്നത്തെ ടോപ്പിക് അതാണ്. ഹായ്, ദിസ് ഇസ് റിയ ജാഫർ. വെൽക്കം ടു മൈ ചാനൽ. If you like my videos, do like, share and subscribe. Today's quote: distraction is the enemy that is wearing a friendly face. ഈ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോബ്ലം ഇന്ന് എല്ലാവരും നേരിടുന്ന ഇഷ്യൂ അല്ലേ. നമ്മൾ സ്ട്രെസ് ആവോ, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ വന്നാൽ നമ്മൾ നേരെ പോയി പോകുന്നത് എവിടെ? ഫോണിലോട്ടാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? റീൽസും ഷോർട്സൊക്കെ സ്ക്രോൾ ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് റിലീഫ് കിട്ടും കുറച്ച് സമയത്തിന്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയാതെ നമ്മുടെ സമയം, നമ്മുടെ എനർജി, ഫോക്കസ് ഇതൊക്കെ ഇതിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കളയുക, നമ്മൾ വേസ്റ്റ് ചെയ്യും. ഇത് കണ്ട് നമ്മുടെ മക്കളും നമ്മൾ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എനർജി, അവരുടെ ഫോക്കസ് ഇതൊക്കെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് പോലെയാണ് നമ്മൾ അടുത്ത് വരുന്നത്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ടൈം വേസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു ഫ്രണ്ട് ഡിസ്ഗൈസ്ഡ് ആയിട്ട്, അതായത് വേഷം മാറി വരുന്നത് ഒരു എനിമിയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആ ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം? ഒരിക്കലും സോഷ്യൽ മീഡിയ നമുക്ക് ഒരു വേസ്റ്റ് ഓഫ് ടൈം മാത്രമല്ല, ഒരുപാട് ബെനിഫിറ്റ്സും നമുക്ക് ഒരുപാട് അറിവ് കിട്ടുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസിലും നമ്മളെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും നമുക്ക് നോളജ് ഗെയിൻ ചെയ്യാനും സെൽഫ് ലേണിങ്ങിനും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷേ അതിലെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ റിലീഫിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ റീൽസും ഷോർട്സൊക്കെ സ്ക്രോൾ ചെയ്ത് പോകും. അവിടെ നമ്മൾ കളയുന്നത് നമ്മുടെ ടൈമാണ്, നമ്മുടെ എനർജിയാണ്, നമ്മുടെ ഫോക്കസാണ്. ഈ ടൈം എന്ന് പറയുന്നത് ടൈം ആൻഡ് ടൈം വേസ്റ്റ് ഫോർ നോ മാൻ അല്ലേ പറഞ്ഞിട്ടിരിക്കുന്നത്. ഒരിക്കലും ടൈം ഒരാൾക്കും വെയിറ്റ് ചെയ്യാറില്ല. സമയം ഒരിക്കൽ പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് എനർജി ഓർ എനിത്തിങ് ഓർ എനി വൺ. ഒരാളെയും നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. യുവർ ടൈം ഈസ് യുവേഴ്സ്. അത് നിങ്ങൾ അതിന് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു മീ ടൈം ഉണ്ടാക്കുക, നിങ്ങൾക്കൊരു സെൽഫ് കെയർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഹാപ്പി ആക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ മാത്രമല്ല, നിങ്ങൾക്ക് പുറത്തു നിന്നും ചെയ്യാം. നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന, നിങ്ങൾക്ക് സെൽഫ് പ്രൊഡക്റ്റീവ്നെസ് കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ ഗോൾസ് ഡ്രീംസൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ട് ഡ്രീംസ്. ആ ഡ്രീംസിലേക്ക് എത്തിക്കുന്ന ചില ഗോൾസ് സെറ്റ് ചെയ്യുക. ആ ഗോൾസിലേക്ക് എന്തെങ്കിലും സ്റ്റെപ്സ്, ബേബി സ്റ്റെപ്സ് എടുക്കുക. ഒരു 1 ഡിഗ്രി ചേഞ്ച് ഓർ 1 ഡേ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരുപാട് വലിയ ആ ഡ്രീംസിലേക്കുള്ള വലിയ സ്റ്റെപ്സ്, സക്സസ് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ തോട്ട് ഓഫ് ദ ഡേ. താങ്ക് യു. ബൈ ഓൾ.